ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും അത്താഴമൊക്കെ കഴിച്ച് ഉറങ്ങാവൂലേ? ഞാൻ എന്താ നേരത്തെ കാലത്ത് എണീറ്റ് ചോറിന് വെള്ളമൊക്കെ വെച്ച് കറി വെക്കാനുള്ളതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. ഇന്ന് മോളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു വീട്ടിൽ, അപ്പൊ ഞാൻ നേരത്തെ തന്നെ എണീറ്റിരുന്നു. അങ്ങനെന്താ മോക്ക് കൊണ്ടുപോകാനുള്ള ചോറിനുള്ള അരി ഉണ്ടാണ്. അരിയൊക്കെ കഴുകിയതാ ഞാൻ വീണ്ടും ഉപ്പേരിക്കൊക്കെ അരിഞ്ഞു കേട്ടോ. ഈ വർഗന്റെ നീളം കണ്ടിട്ട് ആരും പേടിക്കേണ്ട കേട്ടോ. എനിക്ക് മുറിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. അമ്മായിമ്മമാരുള്ള വീട്ടിൽ അത് പരീക്ഷിക്കും വേണ്ട കേട്ടോ, നല്ലോണം ചീത്തങ്ങൾക്ക് കിട്ടും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മോക്ക് ചോറൊക്കെ ആക്കി മോക്കും മോളെ ഫ്രണ്ടിനും ചായ ഒക്കെ കൊടുത്തുട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഓരോ കൊണ്ടാക്കി വന്നാൽ പിന്നെ എനിക്ക് 5 മിനിറ്റ് കിടക്കണം കേട്ടോ, ബെഡ് കണ്ടാക്കി കിടക്കണം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിൽ എത്തിയിട്ട് അങ്ങനെ കറി വെക്കാൻ തുടങ്ങി. ചക്കക്കുരും പടവലങ്ങിയെന്ന് കേട്ടോ. ഓരോ ദിവസം ഇങ്ങനെ ഒരു കറി വെക്കാൻ നോക്കണം, രസം ഉണ്ടാവുമെന്ന് കരുതി ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അങ്ങനെ ചക്ക കൂട്ടാനും ഉണ്ടാക്കി ഞാൻ കേട്ടോ ഇന്ന്. അങ്ങനെ ഞാനിതാ എല്ലാ പണിയും കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, കുറച്ച് കാവത്തുണ്ടായിരുന്നു ഇവിടെ. ഈ കാവത്ത് കൊടുത്തയച്ചതിന്റെ മരുവന്റെ അച്ഛനാണ് കേട്ടോ. ഈ കാവത്തിന് ചില നാട്ടിലെ കാച്ചിൽ എന്ന് പറയട്ടോ. എനിക്കാണെങ്കിൽ ഇത് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഞമ്മക്ക് പിന്നെ മുരിങ്ങ താളിപ്പ്, ഉണക്കൽ മീന്, തക്കാളി താളിപ്പ്, മീന്, മന്തി ഇതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അത് കഴിഞ്ഞ് ഞാൻ കറിയൊക്കെ വറുത്തിട്ടോ. അപ്പോഴാണ് അച്ഛൻ മാത്രല്ല മോളെ അമ്മായിമ്മയും കുറച്ച് മുളക് കൊടുത്തയച്ചൻ. മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മുളകും വറുത്ത് മീനും പൊരിച്ചിട്ടോ. ചെമ്പല്ലി എന്നിട്ടോ മീന്. അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ നമ്മളെ കാവത്തിനൊന്ന് പരീക്ഷിച്ച് നോക്കി. കുക്കറിലായപ്പോ അത് ഭയങ്കര തിങ്ങി വേവ്. അപ്പൊ ഞാൻ ചെമ്പട്ടിക്ക് മാറ്റിട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ അലിഞ്ഞോണ്ടിരിക്കണതാണ് കേട്ടോ ഇഷ്ടം. മീന് ഇറച്ചൊന്നും എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല, എന്നാലും മീൻ്റെ ഒരു തലക്കഷ്ണം എടുത്ത് ഞാൻ കഴിച്ചു. അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ മനുവിനെ കുറച്ചു നേരം കൊഞ്ചിപ്പിച്ചു. അപ്പൊ വീഡിയോ എത്ര വരെയുള്ളൂ? ബൈ.